സ്റ്റാച്യു ഓഫ് ലിബർട്ടിനെ പറ്റി പറയുകയാണെങ്കിലേ, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദേവി പ്രതിമ എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യത്തെയും അതേപോലെ തന്നെ ജനാധിപത്യത്തെയും പ്രതിനിധീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശില്പങ്ങളിലൊന്നാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. നമ്മുടെ ന്യൂയോർക്ക് നഗരത്തിലെ ലിബർട്ടി ദ്വീപിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതിനെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ അമേരിക്കയിലേക്ക് കടന്നു വരുന്ന കുടിയേറ്റക്കാർക്ക് സ്വാഗത സൂചകമായി കണക്കാക്കപ്പെടുന്ന ഒരു പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. ഇത് ഫ്രാൻസാണ് ശരിക്കും അമേരിക്കയ്ക്ക് സ്നേഹസൂചകമായിട്ട് സമ്മാനിച്ചത്. ഇത് ഇവരിവിടെ ഉണ്ടാക്കിയതല്ല, ഫ്രാൻസ് കൊടുത്തതാണ്. 1886 അമേരിക്കയുടെ സ്വാതന്ത്ര്യാഘോഷങ്ങളുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഫ്രാൻസ് ഇത് അമേരിക്കയ്ക്ക് സമ്മാനിച്ചത്. 305 അടിയാണ് ഇതിൻ്റെ ഉയരം, 225 ടൺ ഭാരമുണ്ട് ഇതിന്. കോപ്പർ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഫ്രെഡറിക് ഓഗസ്റ്റ് ബർത്തോൾഡി എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ഡിസൈനർ. ഐഫൽ ടവറൊക്കെ നിർമ്മിച്ച ഗുസ്താവ് ഐഫലാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇതിനകത്ത് കയറി അല്ലെങ്കിൽ അതിനടുത്ത് പോയി കാണാൻ പറ്റുന്ന ഒരു ടൂറ് എന്ന് പറയുന്നത് നമ്മൾ $30-40 കൊടുത്തിട്ട് ബോട്ടിൽ കയറി ഈ ഐലൻഡിന് ചുറ്റും കറങ്ങി നടന്ന് കയറാം എന്നുള്ളതാണ്.